എന്താടാ മക? പുതിയ വാടാ മോനെ. എന്താ ചിറ്റ്? ഈ വേദന സംഹാരി തൊണ്ടേ കൂടി ഇറക്ക്. എന്ത് വേദന സംഹാരിയോ? ഇതോ? ആ, ഇതാ നിന്റെ ബ്രാൻഡ്. എന്താ ചിറ്റ്, ഇന്ന് സ്പെഷ്യൽ പരിഗണനയാണല്ലോ. നടുക്കടലില് വള്ളത്തില് അർദ്ധരാത്രി ഒഴുകി നടക്കണ പോലെ ഉണ്ടാവും. അങ്ങനെയാ? അടിക്ക്. അടി മോനെ. ചിയേഴ്സ്. ചിയേഴ്സ്. മെച്ചൊന്നും വെക്കില്ലെന്നാ തോന്നുന്നേ. എന്താ ചിറ്റപ്പ കരയുന്നേ? സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ആരുടെ വാങ്ങിച്ചോണ്ട് വന്നേ? അതല്ല പോലെ, ഞാൻ കാരണമല്ലേ നിനക്ക് ഇങ്ങനെ പറ്റിയത്. ചിറ്റപ്പ, നിങ്ങളെ നോക്കിയാൽ തന്നെ ഞാൻ അടിക്കും. അപ്പൊ അവൻ നെഞ്ചില് ചവിട്ടേക്കുന്നു. അതവന്റെ കാലിന് ഞാൻ വെട്ടിയേ. അയ്യോ, നിന്നെ കുറിച്ച് എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഞാൻ മാത്രമേ ചിറ്റപ്പനെ കോമഡി ആയിട്ട് കാണുള്ളൂ. ഈ ലോകത്ത് ഏതെങ്കിലും ഒരുത്തൻ ചിറ്റപ്പനെ കോമഡി ആയിട്ട് കണ്ട കഴുത്ത് വിട്ട് ഞാൻ. മനസ്സിലായി ചിറ്റപ്പ? പോലെ നിനക്ക് അടി കൊടുത്തല്ലേ ശീലം, അടി മേടിച്ച് ശീലമില്ലല്ലോ. അതൊന്നുമില്ല ചിറ്റപ്പ. ചായക്കട വെച്ച് ഒരു പെണ്ണിനെ കണ്ടു. ശരി, അത് വിട്. ചിറ്റപ്പ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അപ്പോ ഞാൻ പഴയ നസീറിനെ പോലെ വലിയ സുന്ദരനായിരുന്നു. ആര്? ചിറ്റപ്പന? ഷീലയെ പോലെ ഒരുത്തി ഉണ്ടായിരുന്നു. അത് ശരി. അവളെന്റെ സൗന്ദര്യത്തെ മയങ്ങി ലവ് ലെറ്റർ തരാൻ വന്നു. ഈ സൗന്ദര്യത്തിൽ? ഡെഫിനറ്റ്ലി. ശരി. ഞാൻ പേടിച്ച് വീട്ടിൽ കയറി വിളിച്ചു. എന്താ ചിറ്റേ ഈ പറയുന്നത്? ലവ് ലെറ്റർ എങ്ങനെ പേടിച്ച അവള് ചിറ്റനെ എങ്ങനെ പ്രേമിക്കും? അതുകൊണ്ട് അവള് വിട്ടുപോയത്. അത് കഴിഞ്ഞ് ഞാൻ ആരെയും പ്രേമിച്ചില്ല. അങ്ങനെയൊന്നല്ല ചിറ്റേ, എന്റെ ആളെ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും വേറെ. എടാ മോനെ, ചെമ്മീൻ സ്രാവിന്റെ ഇരയാകണ പോലെ നീ ആരുടെ ഇരയാകാണ്ട് സൂക്ഷിച്ചോളണം. ചിറ്റേ, നാട്ടുകാർക്ക് ചെമ്മീൻ കൊടുക്കുന്നുണ്ട് നമ്മള്. നമ്മളോടോ ചിറ്റേ? നമുക്ക് കാണാം ചിറ്റേ, എല്ലാ ടൈമും കാണാം. സാരത്തിനെ ഒന്ന് കാണണം. അപ്പോഴേക്കും വന്നല്ലേ? അക്യൂസിനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ പിടിക്കണം, നിങ്ങൾ ഈസി ആയിട്ട് ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും. ഇതുപോലുള്ള ക്രിമിനൽസ് ഉണ്ടാവുന്നത് നിങ്ങൾ കാരണമാ. ക്രിമിനൽ എന്ന് പറയരുത്, കുറ്റം ചുമത്തപ്പെട്ടവൻ, അത്രേ ഉള്ളൂ. ലെറ്റ് ദ കോർട്ട് ഡിസൈഡ് ഹിസ് ഗിൽറ്റി ഓർ നോട്ട്. അറസ്റ്റ് ചെയ്യാനുള്ള സെക്ഷൻ ഏതാ? 302 മർഡർ. കൊല ചെയ്തത് നിങ്ങൾ കണ്ടായിരുന്നോ? അതല്ല നേരിട്ട് കണ്ടവരാരെങ്കിലും ഉണ്ടോ? സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് സെക്ഷൻ 302. 120B. ഇത് കോടതിയൊന്നുമല്ല നിങ്ങൾക്ക് തർക്കിക്കാൻ. ഇതെന്റെ കോട്ടയാ. കാക്കി കുപ്പായം ഇല്ലെങ്കിൽ കറുത്ത കോട്ടിന് ജോലിയില്ല. കറുത്ത കുപ്പായം ഇല്ലെങ്കിൽ കാക്കി കുപ്പായം ചെയ്യുന്ന അന്യായം പുറത്തു വരെയില്ല. ജനങ്ങൾക്ക് നീതി കിട്ടേയില്ല. മാഡം, നിങ്ങൾക്ക് സാക്ഷിയാണ് വലുതെങ്കിൽ ഞങ്ങൾക്ക് നിയമമാണ് വലുത്. എല്ലാം കോടതിയിൽ കാണാം. ഞാൻ സാരത്തിനെ കണ്ട് സംസാരിക്കാതെ പോവില്ല. അത് നിങ്ങൾക്ക് തന്നെയാ പ്രോബ്ലം. അവനൊരു കില്ലറാണ്. അവനെ വിടാൻ പാടില്ലെന്ന് മിനിസ്റ്റർ, കൗൺസിലർ, ഹാർബർ ലീഡർ എന്ന് തുടങ്ങി എല്ലായിടത്തുനിന്നും പ്രഷറാ. ആഹാ, അവരെല്ലാം ദേശത്യാഗികളാണോ? എനിക്ക് സാരത്തിനെ കണ്ട് സംസാരിക്കണം. ഓഫീസർ, ഇവരെ പറഞ്ഞുവിടൂ. ഞാൻ നിന്നല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? സത്യം പറടാ. ഞാൻ കൊന്നിട്ടില്ല. എവിടെ പോവോ എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയാൻ ശ്രദ്ധിച്ചു കേട്ടോണ്ടിരിക്കുകയാണോ? നിന്നെ വള്ളനാട് കൊണ്ടുപോയി എൻകൗണ്ടറിൽ തീർക്കാൻ പോവുക. ഈ റൂട്ടിൽ പോയ വള്ളനാടെത്തില്ല. ഇത് റേസിന് പോകുന്ന റൂട്ടാ. രാവിലെ മുതൽ ജിംഖാന റൂട്ട്, തറവ് മൈതാനം, മാലകൽ റോഡ്, ഫിഷിംഗ് ഹാർബർ, ഇവിടേക്കല്ലേ എന്നെ നിങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്റെ നാട്ടിലെ ഓരോ മുക്കും മൂലയും എനിക്കറിയാം. കാരണം എന്റെ നാടിനെ ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ട്. ഈ ഉപ്പുകാറ്റം ഞാൻ അത്ര ശ്വസിച്ചിട്ടുണ്ട്. എന്റെ ജനങ്ങളെ. നീ വലിയ ഹീറോ ആണോ? എന്തിനാണ് വണ്ടി എടുത്തേ? സാർ കുഴിയാ സാർ. എടാ, എന്താണ് ഇത്ര നാളായിട്ട് ഈ കുഴി അടയ്ക്കാത്തത്? പറയട്ടെ. വയോധികർക്കും അനാഥർക്കും വേണ്ടി ഹോം നടത്തിക്കൊണ്ടിരിക്കുക. ശരി. വാട്ടർ കണക്ഷൻ വേണ്ടി ആ കുഴി എടുത്തത്. കോർപ്പറേഷൻ ബില്ലൊക്കെ അടച്ചതാ. അത് കൊടുത്തേ. നിങ്ങൾ തന്നെ നോക്ക്. അടച്ചതായിട്ട് കാണുന്നുണ്ടല്ലോ. കൗൺസിലിൽ കമ്മീഷൻ കൊടുത്താലേ കണക്ഷൻ തരുള്ളെന്ന് പറഞ്ഞു. എന്ത് വേണമെന്ന് അറിയില്ല. അനിയാ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. കണക്ഷൻ വരുന്ന എങ്ങനെ നോക്കി? ശരി അനിയാ. ഗവൺമെന്റിന് പണം അടച്ചതല്ലേ? നീ ഗവൺമെന്റിന് പണിയെടുക്കുന്നു അതോ കൗൺസിലറിന് പണിയെടുക്കുന്നു? ഇതെല്ലാം ചോദിക്കാൻ താനാരാ? മിണ്ടരുത്, കൊന്നുകളയും ഞാൻ. മിണ്ടരുത്. കണക്ഷൻ കൊടുത്ത് മൂടാൻ വരടാ. മൂടാ. കൗൺസിലറും ഒരു മണ്ണാങ്കട്ടെ. എടാ, ഇത് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യ. ഏതാവശ്യമില്ലാത്ത പണി? കാശ് തന്നാ കണക്ഷൻ കിട്ടും. കണക്ഷൻ കൊടുത്തിട്ട് മൂടറാ. ഏടോ കൗൺസിലറെ, ജനങ്ങൾ നിനക്ക് വോട്ട് ചെയ്തത് നാടിന്റെ വികസനത്തിനാ. ഇങ്ങനെ എച്ചിത്തരം കാണിക്കാനല്ല. നിന്റെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ് വരുന്നുണ്ട്. സൂക്ഷിച്ചോ. ഈ ഏരിയയിൽ ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്തു എന്ന് അറിഞ്ഞാ അപ്പൊ കാണിച്ചു തരാം. പറഞ്ഞേ?
ഈ കംപ്ലൈന്റ്, വിചാരണ കമ്മീഷൻ, ഇതെല്ലാം രാഷ്ട്രീയക്കാരന് കിട്ടുന്ന അവാർഡാ. നീ കൂടുതൽ സംസാരിക്കണ്ട, സൂക്ഷിച്ചോ. കൂടുതൽ സംസാരിച്ച് എന്ത് ചെയ്യൂടാ? ആർക്ക് നേരെ കൈ കൊണ്ട് നോക്കിയേ, 10 മിനിറ്റിൽ കണക്ഷൻ കൊടുക്കാൻ പറ, ഇല്ലെങ്കിൽ വേറെ വല്ല നടക്കുക. ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മധുര പണിയെടുക്കാൻ പറയുമ്പോ കഴിക്കുന്നോ? മിണ്ടാടാൻ പറയുന്ന പോലെ ചെയ്യും, ഇല്ലെങ്കിൽ ഷർട്ട് മാറേണ്ടി വരും. ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ മനസ്സിലാക്കി തരാം. അത് ഞങ്ങൾ കണ്ടോളാം. സ്ഥലം കാര്യം എല്ലാവരും ഞാൻ നീ ഒന്നും അല്ലടാ. പോ, പോ, പോ. പോ, പോടാ, പോടാ, പോടാ. എല്ലാം എല്ലാം അടക്കടാ. ഐസ്ക്രീം കഴിക്കുന്നത് ഒഴിവാക്കില്ല അല്ലേ? എനിക്ക് ബട്ടർ സ്കോച്ചാ വേണ്ടത്. നിനക്കെന്ത് ഫ്ലേവറാ വേണ്ടേ? എനിക്കൊരു കോൺ മതി. സാധനത്തിന് ടച്ച് ചേട്ടാ, ഒരു ബട്ടർ സ്കോച്ചും ഒരു ചോക്ലേറ്റ് കോണും. എന്റെ നീ തന്നെ പേ ചെയ്തോ. എടാ, ആ മണൽ കൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചർ നിങ്ങളല്ലേ? ആരാടി ഇത്? എനിക്ക് ഫുട്ബോൾ കളിക്കണം, പഠിപ്പിച്ചു തരൂ. എനിക്ക് ക്യാരംസ് ഇഷ്ടമാ, പഠിപ്പിച്ചു തരോ? ചെസ് ചെസ് പഠിപ്പിച്ചു തരൂ. ഏയ്, മര്യാദക്ക് പോയിക്കോ, പോലീസിനെ വിളിക്കും. പോലീസിന് ഞങ്ങളെ ശമ്പളം കൊടുക്കുന്നേ. മച്ചവൻ വരുന്നുണ്ട്. അവൻ വന്ന് നമുക്ക് പോയാലോ? സഹോദരി, ശ്രദ്ധിച്ച് വീട്ടിൽ പോവല്ലേ, ഇല്ലെങ്കിൽ ഞങ്ങള് വേണമെങ്കിൽ. എന്താടി തലയിലെ മുറിവൊക്കെ ഉണങ്ങിയോ? ദിവ്യ, ചേട്ടാ, അതെന്നോടല്ലേ ചോദിക്കണ്ടേ? എന്തിനാ ഇൻഡയറക്റ്റ്? മുറിവെല്ലാം ഉണങ്ങി, പിന്നെ മനസ്സിൽ പുതിയൊരു മുറിവ്. ഓ അങ്ങനെയാ. ദിവ്യ, ശ്രദ്ധിച്ചു. ഓക്കെ ഓക്കെ ചേട്ടാ. ഏയ്, ഇതാ കഴിക്കാം. താങ്ക് യു. നിങ്ങൾക്ക് ഒന്ന് വണ്ടി നിർത്തിക്കൊന്ന്. എന്താടാ? നിർത്തടാ. എന്താ? ഒരു ബൈക്ക് അവിടെ കിടക്കുന്നു, റിവേഴ്സ് വാ. ഇനി പെട്രോൾ തീർന്നിട്ട് ഇട്ടിട്ട് പോയതാണോ? മനസ്സിലാവുന്നില്ലല്ലോ. തൂക്കി വിറ്റ എത്ര കിട്ടോടാ ഇതിന്? 2 കേസ് ബിയർ കിട്ടും അല്ല വസന്തേ? Cheers, അളിയാ. എടാ, ഒരു പെൺകൊച്ചിന്റെ സൗണ്ട് അടക്കാ. എന്താ നോക്കാം. വേഗം വാ. എന്റെ അമ്മാവൻ തൂത്തുക്കുടിയാടാ റാസ്കൽ. നിങ്ങൾ രണ്ടും എന്താ ഇവിടെ പരിപാടി? ഈ പെണ്ണേതടാ? ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തില, വെറുതെ സംസാരിച്ചിരിക്കാൻ വന്നതാ. അതിനുള്ള സ്ഥലമാണോ? കള്ളം പറയുന്നു. സത്യം പറയടാ. ചേട്ടാ, 4 ദിവസം കഴിഞ്ഞ ഞങ്ങളുടെ കല്യാണം. ശരിക്കും ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കറങ്ങിടിച്ച് നടക്കുന്നുണ്ട്. ആ റൗഡി പിള്ളേർ പുറകിടക്കുന്ന നിങ്ങൾ തന്നെ കാരണം. ഇതുപോലത്തെ സ്ഥലത്ത് എന്തിനാടാ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നേ? ഇനി ഇവിടെ കണ്ട കൊന്നുകളെ ഞാൻ. പോടാ. ചേട്ടാ. ഓ, എന്താ മോനെ നേരെ ചൊവ്വെ വളർത്തണം. തന്റെ മോൻ ഇവിടുത്തെ റൗഡിയാണ്. എന്നിട്ട് നാട്ടിൽ റൗഡിത്തരം ചെയ്യാ. ഒരു പാവപ്പെട്ട പയ്യനെ ഇമാതിരി തല്ലാവോ? നിങ്ങളുടെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ മിണ്ടാതിരിക്കും. ഇടാ, എന്താ നടന്ന അത് പറ. എന്താ ചെയ്തോന്നാ? നിങ്ങളുടെ മോനെ വിളിക്ക്. എന്താ കൗൺസിലറെ? ആർക്കാ നിന്റെ മകനെ ഒന്നും അറിയാത്ത? ഞാൻ സംസാരിക്കല്ലേ? നിനക്ക് അറിയില്ല പപ്പ. പറടാ, എന്താ സംഭവിച്ചെന്ന് പറടാ. പറയടാ. അമ്മാവാ. അടിക്കാണ്ട് കൊഞ്ചിക്കണ. 4 പേരും കൂടെ ചേർന്ന് നല്ല കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് ഒരു പെണ്ണിനെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ നോക്കി നിന്റെ മകനെ എന്ത് ചെയ്യണം? കൊഞ്ചിക്കണം. ഇന്ന് ഞാൻ വിട്ടു. ഇനി മേലാൽ കണ്ട അവിടെ വെച്ച അപ്പ തന്നെ കുഴിച്ചു മൂടും ഞാൻ. നോക്കിക്കോ. പോ നോക്ക്. പോ. എടാ, ഈ വൃത്തികെട്ടവന് വേണ്ടി സപ്പോർട്ട് ചെയ്താ നീയും വെറുതെ നാണം കിടണ്ടി വരും. നീ വാടാ. പോട്ടെ, നീ അകത്തേക്ക് വാ. വാ മോനെ, വാ.